നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ അബദ്ധം നാട്ടുകാരറിയാതെ എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ സോൾവ് ചെയ്യുന്നില്ലെങ്കിലോ? സന്ദീപിനും ആതിരയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ ഏട്ടത്തിയുടെ എന്നല്ല ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് നിയമത്തിന് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. പിന്നെ എടുത്തി പറയുന്നതിലും പരിഹസിക്കുന്നതിലും ഒന്നും ഒരു കഴമ്പുമില്ല. നേരത്തെ പറയുന്ന കേട്ടല്ലോ, സന്ദീപിനും ആതിരയ്ക്കും അബദ്ധം പറ്റിയതിനെ കുറിച്ച്. ആര് പറഞ്ഞു അബദ്ധം പറ്റിയെന്ന്? വിവാഹം കഴിഞ്ഞ് രണ്ടുപേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാ അബദ്ധമാവുന്നേ? കൊള്ളാം, നല്ല ന്യായീകരണം. അനിയത്തി എവിടേക്ക് മരുമകളായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും വാശിയൊക്കെ നല്ലത് തന്നെ. അത് ഈ ഗർഭത്തെ മുൻനിർത്തി നടപ്പിലാക്കാൻ നോക്കുന്നതേ അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. അർച്ചനയും വീട്ടുകാരും സന്ദീപിനെ കൊണ്ട് ആതിരെ കെട്ടിക്കാൻ വേണ്ടി ആതിരെ തന്നെ മുൻനിർത്തി കളിച്ച കളിയാണിതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഗർഭം വരെ കാര്യങ്ങൾ എത്തിയിട്ട് ഇപ്പൊ കേറി വന്നേക്കുന്നു. നിങ്ങളൊക്കെ മനഃപൂർവ്വ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു, അതല്ലേ സത്യം? അവന്തികെ, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാ ഞങ്ങൾ നിൽക്കുന്നത്. അവന്തിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ അനിയത്തി ഇങ്ങോട്ട് ഇനി വിടുന്നില്ല. അവളുടെ കാര്യം ഇനി ഈ വീട്ടിൽ ആരും അന്വേഷിക്കണ്ട. അവളുടെ കാര്യം ഇനി എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം പറഞ്ഞാൽ വിഷമമൊന്നും തോന്നരുത്. നിങ്ങളുടെ ഈ മനസ്സിലിരിപ്പോണ്ട നിങ്ങളുടെ ഈ അനിയത്തി ഇങ്ങനെ നിന്നുപോയത്. ഇനി ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തണ്ടെന്ന് കരുതിയാ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെയും നാണമില്ലാതെ കയറി വന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാ. ഇനി എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അതിലാരുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് വിഷമം പറയാതെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് സാവധാനം ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്ക്. ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മാഷെ. പഠിപ്പിക്കുന്ന കുട്ടികളുടെ കണ്ണ് നിറയാതെ നോക്കിയ മാഷിന് സ്വന്തം മകളെ നല്ലപോലെ നോക്കാൻ പറ്റിയില്ല. ആ, സന്ദീപും ആതിരയും വിവാഹം കഴിഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ അവരെ നമുക്ക് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അവിടേക്ക് ഞാൻ സന്ദീപിനെ കൊണ്ടുവന്നോളാം. ഇനി മേലില് വിവാഹം ഗർഭം എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരരുത്. ഇനി ഇങ്ങനെ ആയിരിക്കില്ല സംസാരവും പെരുമാറ്റവും. വടി പോവാം. മതിയാ നിനക്ക്? അച്ഛന് സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഞാൻ എന്തെങ്കിലും കൈവിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിന്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് കരുതി മാത്രമാണ് ഞാനെല്ലാം കേട്ടു നിന്നത്. ഇല്ലെങ്കിൽ അവന്തിക എന്നല്ല ആരായാലും എന്റെ അനിയത്തെക്കുറിച്ച് പറഞ്ഞവളുടെ നാവ് പിഴുതെടുത്തേനെ ഞാൻ. അനുവേട്ടാ, ഇതൊക്കെ എല്ലാവരുടെയും ദേഷ്യം മാറാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, എന്റെ സഹോദരിയും ഭർത്താവും ശരിയാക്കിയെടുത്തോളം മതിയെല്ലാം. ഇനി ഇതും പറഞ്ഞ് ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. അതുപോലെ അങ്ങോട്ടും വരരുത്. എന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെ ആരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.